ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ക്വിസാറ്റിൻ്റെ അഡ്മിഷൻ പോർട്ടലിൽ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക എന്നുള്ളതാണ്. സോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ നടന്ന ക്യാറ്റ് എക്സാമുകൾ ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2024-ൻ്റെയും 2025-ൻ്റെയാണ്. ബട്ട് ഞാൻ നോക്കുമ്പോൾ 2025 എനിക്ക് ആക്സസ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് കോഴ്സസിൽ ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്ര ക്വാട്ട ഓരോ കാറ്റഗറിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ETB, ജനറൽ, AIQ അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുക ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അപ് ടു വിച്ച് റാങ്ക് വരെയാണ് ഓരോ കാറ്റഗറിക്കും അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ മെനുവിൽ ക്വിക്ക് ലിങ്ക്സിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ ഇയർ ഏത് ഇയറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2024 ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ 2024 ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പിന്നെ കോഴ്സ് സെലക്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 2024 സെലക്ട് ചെയ്യുക. ഞാൻ MFSC സീ ഫുഡ് സേഫ്റ്റി ആയിരുന്നു. അത് PG കോഴ്സുകളിലാണ് പെടുക. അപ്പോൾ PG കോഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് MFSC സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അടങ്ങിയൊരു ചാർട്ടായിരിക്കും കിട്ടുക. അതിൽ ഓരോ കാറ്റഗറിയും അതിലേക്കുള്ള കൺസിഡർ ചെയ്തിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമ്പറും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതിലിപ്പോൾ ജനറൽ കാറ്റഗറി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ് ടു 20th റാങ്ക് വരെയായിരുന്നു. അതായത് ജനറൽ കാറ്റഗറിയിലേക്കുള്ള സീറ്റിലേക്ക് 1 to 20 വരെയുള്ള റാങ്കിലുള്ള കുട്ടികളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇപ്പോൾ AIQ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അപ് ടു 61 ആണ് റാങ്ക് പറയുന്നത്. അപ്പോൾ 1 to 61ൻ്റെ ഇടയിൽ AIQ ക്ലെയിം ചെയ്തിട്ടുള്ള കുട്ടികൾക്കായിരിക്കും അപ്പോൾ ആ സീറ്റുകൾ കിട്ടുക. അതേസമയം ETB ആണെങ്കിൽ അപ് ടു 28 ആണ് പറയുന്നത്. അപ്പോൾ 1 to 28 വരെയുള്ള റാങ്കിന് ഇടയിലുള്ള കുട്ടികൾക്കായിരിക്കും ETBയിലേക്ക് അഡ്മിഷന് വേണ്ടി അവർ കൺസിഡർ ചെയ്യുക. ഇതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ.